കനാൻദേശം സീസൺ 2 മറ്റൊരു പുതുമയാർന്ന മനോഹരമായ വ്യത്യസ്തമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിത്യജീവൻ ലഭിക്കുന്നതിന് ദൈവം കാണിച്ചു തന്ന ഏകമാർഗമാണ് വചനം കേൾക്കുക, വചനം പഠിക്കുക, അത് ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഓരോ വചനങ്ങളിലൂടെയും ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ തിരിച്ചറിവോടുകൂടി വചനം ശ്രവിച്ചാൽ അത് പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും അതിന്റെ അർത്ഥം ഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കും. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. അതോടൊപ്പം കനാൻദേശം സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാം. അതിനു മുൻപായി നമ്മുടെ ക്വിസ് മാസ്റ്ററെ വെൽക്കം ചെയ്യണം. ആൻഡ് ഐ ഹാർട്ട്ലി വെൽക്കം അവർ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഡൊണാൾഡ്. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. കനാൻദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നെ സ്നേഹിക്കും ദൈവമേ, നീ എന്റെ പ്രാണനല്ലയോ, നീ എന്റെ കൂടെയില്ലയോ. എന്നെ സ്നേഹിക്കും ദൈവമേ, നീ എന്റെ പ്രാണനല്ലയോ, നീ എന്റെ കൂടെയില്ലയോ. മരക്കുരിശിൽ പിടയുമ്പോ തിരുഹൃദയം തകരുമ്പോ എനിക്കായി പ്രാർത്ഥിച്ചവൻ നീ. എന്നെ സ്നേഹിക്കും ദൈവമേ, നീ എന്റെ പ്രാണനല്ലയോ, നീ എന്റെ കൂടെയില്ലയോ. മരക്കുരിശിൽ പിടയുമ്പോഴും തിരുഹൃദയം തകരുമ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച നമ്മുടെ നാഥന്റെ മുമ്പിൽ തലവണങ്ങിക്കൊണ്ട് കനാൻദേശം സീസൺ 2 ഈ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ് മിസ്റ്റർ ബിജു ജോസഫ് ഫ്രം ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ നിന്നും വന്നിരിക്കുന്ന മിസ്റ്റർ ബിജു ജോസഫ്. ബിജു ആണ് ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റന്റ്. ബിജുവിന്റെ വിശേഷങ്ങൾ അറിയാം, ബിജുവിനെ പരിചയപ്പെടാം, ഒപ്പം മത്സരത്തിലേക്കും കടക്കാം. മിസ്റ്റർ ബിജു ജോസഫ്, കനാൻദേശം സീസൺ 2 സ്വാഗതം. ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാണ്. അതെ. എവിടെയാണ് സ്വദേശം? ഞാൻ എന്റെ വീട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ കീഴ്പള്ളിയാണ്. എന്റെ ഇടവക ആങ്കോട്. ഓക്കെ. എത്ര നാളായി ബാംഗ്ലൂരിൽ? ഞാൻ ബാംഗ്ലൂർ ഇപ്പം 12 വർഷമായി. 2004 ബാംഗ്ലൂർക്ക് പോകുന്നത്. ഇപ്പം കാര്യങ്ങൾ തന്നെയാണ് സ്റ്റാർട്ടിങ്. അവിടെ ജോലി ഇപ്പം 12 വർഷമായി അവിടെ ജോലി ചെയ്യുന്നു. പാരഗൺ ഫുട്വെയറിന്റെ കമ്പനിയാണ് അല്ലേ? അതെ. അതിലാണ് വർക്ക് ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ. അതെ. വിദ്യാഭ്യാസമൊക്കെ ഇവിടെയായിരുന്നോ, കണ്ണൂർ തന്നെയായിരുന്നോ അതോ? പഠിച്ചത് കണ്ണൂരാണ്. വീട് മാങ്കോടാണ്. പക്ഷെ ഞാൻ പഠിച്ചതൊക്കെ ഈ എടൂരാണ്. കാരണം സ്കൂളൊക്കെ ദൂരെ ആയ കാരണം എടൂര് അമ്മയുടെ ചേർത്തിൽ വിട്ടാണ് പഠിച്ചത്. 5ാം ക്ലാസ് തൊട്ട് 10 വരെ എടൂരാണ് പഠിച്ചത്. അപ്പൊ ഇവിടെ വേദപാഠവും സ്കൂളും എടൂര് ഇടവകയിലായിരുന്നു. അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷൻസ് ഒക്കെ? അത് കഴിഞ്ഞ് 1 വർഷം ഞാൻ സെമിനാരിൽ പോയായിരുന്നു. ഒരു വർഷം സെമിനാരിൽ പോയി. പിന്നെ അവിടുന്ന് പിന്നെ 1 വർഷം അവിടെ പഠിച്ചു. പിന്നെ അവിടുന്ന് പോന്നു. പിന്നെ +2
+2 അവിടെ തന്നെ പഠിച്ചു, എടൂര് തന്നെ പഠിച്ചു. അതിനുശേഷം 2 വർഷം ശേഷമാണ് ഞാൻ ബാംഗ്ലൂരേക്ക് പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എക്സ് സെമിനാരി എന്ന് പറയും അല്ലേ? അതെ. അപ്പോൾ കാരണം അത് അത്രയും ഉള്ള ഒരു കാലഘട്ടം ശരിക്കും ഇങ്ങനെയുള്ള ഒരു മത്സരത്തിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു എന്താ പറയാ, അതിന് പറ്റിയ ഒരു തയ്യാറെടുപ്പുകൾ നടന്നിട്ടുണ്ടോ? അതിന് വേണ്ടിയിട്ടല്ല, പക്ഷേ ആ സമയത്ത് വചനങ്ങൾ പഠിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടോ? ഇല്ല, ആ സമയത്ത് വചനങ്ങൾ ഇല്ല, അങ്ങനെ നോക്കിയിട്ടില്ല. ഇല്ല വചനങ്ങൾ ഞാനിതൊരു ഒരു ബൈബിൾ ക്വിസ് ആയിട്ട് അങ്ങനെ യാതൊരു മത്സരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല ഇതുവരെ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സരത്തിൽ ഞാൻ വരുന്നത്. ഓക്കെ, അപ്പം വെൽക്കം വൺസ് അഗൈൻ. നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. കാനാൻ ദേശം സീസൺ 2, ദ വെരി ഫസ്റ്റ് റൗണ്ട്, സിൽവർ റൗണ്ട്. സിൽവർ റൗണ്ടിൽ 4 ചോദ്യങ്ങളുണ്ടാവും. 4 ചോദ്യങ്ങൾക്കും 10 പോയിന്റ്സ്. 2 ചോദ്യങ്ങൾക്ക് അടുപ്പിച്ച് ആൻസർ തെറ്റാവുകയാണെങ്കിൽ 10 പോയിന്റ്സ് മൈനസ് ആവും. മറിച്ച് 4 ചോദ്യങ്ങൾക്കും റൈറ്റ് ആൻസർ ആണെങ്കിൽ 10 പോയിന്റ്സ് ബോണസ് ലഭിക്കും. അങ്ങനെ ടോട്ടൽ 50 പോയിന്റ്സ് സ്കോർ ചെയ്യാം ഈ റൗണ്ടിൽ. ക്ലിയർ അല്ലേ? പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ബിജു ജോസഫിനുള്ള ആദ്യത്തെ ചോദ്യം. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് യേശുവിനോട് ആവശ്യപ്പെട്ട ശിഷ്യൻ ആരാണ്? പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് യേശുവിനോട് ആവശ്യപ്പെട്ട ശിഷ്യൻ. ഓപ്ഷൻ എ പത്രോസ്, ഓപ്ഷൻ ബി ഫിലിപ്പോസ്, ഓപ്ഷൻ സി തോമസ് ആൻഡ് ഓപ്ഷൻ ഡി യോഹന്നാൻ. ആരാണ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് യേശുവിനോട് ആവശ്യപ്പെട്ട ശിഷ്യൻ? സമയമുണ്ട്, ആലോചിച്ച് പറയാം. ഓപ്ഷൻ ബി ഫിലിപ്പോസ്. ഓപ്ഷൻ ബി ഫിലിപ്പോസ്. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി ഫിലിപ്പോസ്. ഉറപ്പാണോ ബിജു? ഉറപ്പാണ്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ബി ഫിലിപ്പോസ് റൈറ്റ് ആൻസർ. നല്ല തുടക്കം. സിൽവർ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം. യോഹന്നാൻ 14:8 ഈ ഭാഗം വരുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം കഴിയുമ്പോൾ ബിജുവിന്റെ സ്കോർ നമുക്കൊന്നറിയാം പോയിന്റ് ബാങ്കിൽ. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റിന് ബിജു ജോസഫിന് ലഭിക്കുന്നു 10 പോയിന്റ്സ്. അപ്പോൾ ബിജുവിന്റെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? ഞാനിപ്പോ ഫാമിലിയായിട്ട് താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. ഇവിടെ ഞാനും വൈഫും, എനിക്ക് 2 മക്കളാണ്. മൂത്തയാൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ പ്രീ നഴ്സറി പഠിക്കുന്നു. വൈഫ് ഇപ്പൊ 3ാമതും പ്രഗ്നന്റ് ആണ്. ഇപ്പോ എന്റെ വീട്ടില് അമ്മയുണ്ട്. ചാച്ചൻ നേരത്തെ മരിച്ചുപോയി. ഞങ്ങൾ 6 മക്കളാണ്, 5 ആണും 1 പെണ്ണും. ഓക്കെ, അതാണ് ബിജുവിന്റെ ഫാമിലി. അതെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയിട്ട് വരാം. റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ബിജു ജോസഫിനുള്ള രണ്ടാമത്തെ ചോദ്യം. സാവൂൾ ദാവീദിന് ഭാര്യയായി നൽകിയ പുത്രിയുടെ പേരെന്ത്? സാവൂൾ ദാവീദിന് ഭാര്യയായി നൽകിയ പുത്രിയുടെ പേര്. ഓപ്ഷൻ എ മിഖാൽ, ഓപ്ഷൻ ബി അബിഗായിൽ, ഓപ്ഷൻ സി ബത്ശേബ ആൻഡ് ഓപ്ഷൻ ഡി മേരം. സാവൂൾ ദാവീദിന് ഭാര്യയായി നൽകിയ പുത്രിയുടെ പേര്. ഓപ്ഷൻ എ മിഖാൽ. ഓപ്ഷൻ എ മിഖാൽ. ഉറപ്പാണോ? ഉറപ്പാണ്. ചോദിക്കട്ടെ? ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ മിഖാൽ. ലോക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് മനസ്സിൽ വരുന്നുണ്ടോ? അതോ ഇത് അറിയാം, ഈ ആൻസർ എനിക്ക് കോൺഫിഡന്റ് ആണ്? വേറെ ഒന്നും വരുന്നില്ല. മിഖാൽ തന്നെ. നമുക്ക് ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. മിഖാൽ റൈറ്റ് ആൻസർ. 1 സാമുവൽ 18-ാം അധ്യായത്തിലാണ് ഈ ഭാഗം പറയുന്നത്. ഗോലിയാത്തിനെ
ദാവീദ് വധിച്ചതിന് ശേഷം സാവൂളിന് ദാവീദിനോട് അസൂയ തോന്നുന്നു. സാവൂൾ 1000 കൊന്നൊടുക്കിയപ്പോൾ ദാവീദ് 10,000 കൊന്നൊടുക്കി എന്ന് ജനങ്ങൾ ആർത്തു വിളിക്കുന്ന കേൾക്കുമ്പോൾ സാവൂളിന് അസൂയ തോന്നുകയും 2 തവണ ദാവീദിനെ കൊല്ലാൻ വേണ്ടി കുന്തമെറിയുകയും ചെയ്യുന്നുണ്ട്. 2 തവണയും ദാവീദ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. അപ്പോൾ ദൈവം ദാവീദിന്റെ കൂടെയാണ് എന്ന് മനസ്സിലാക്കിയ സാവൂൾ ദാവീദിനെ കൂടെ നിർത്താൻ വേണ്ടിയാണ് മകളെ കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന് സമ്മതിക്കുന്നതും വീണ്ടും ലാസ്റ്റ് മൊമെന്റിൽ അതിൽ നിന്ന് സാവൂൾ പിന്മാറുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗമാണിതിൽ. കാരണം ശരിക്കും നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്നത് പോലെ അല്ലെ, ചില ഓഫറുകൾ, ഇതാ എന്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചു തരാം, അപ്പൊ അസൂയ മനസ്സിൽ തന്നെ കിടക്കുകയാണ്. അങ്ങനെ വളരെ നാടകീയമായ രംഗങ്ങളുള്ള ഒരു ഭാഗമാണിത്. സിൽവർ റൗണ്ടിലെ 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് സ്കോറിലേക്ക് ഒന്ന് പോകാം. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. For the second question in the silver round, ബിജു ജോസഫിന് ലഭിക്കുന്നു 10 points. അങ്ങനെ ആദ്യത്തെ 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ബിജുവിന്റെ ഫാമിലിയിൽ നിന്നും കൂടെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. പേര് പറയും മോനെ. ആയുഷ്. 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 ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? തേർഡ് സ്റ്റാൻഡേർഡ്. ബിജുവിന്റെ മോൻ അല്ലേ? അതെ. ഓക്കെ. പപ്പയുടെ കൂടെ എവിടുന്ന്? ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുകയാണ്. കാനാൻ ദേശം അല്ലേ? കാണാറുണ്ടോ മോൻ ഈ പ്രോഗ്രാം? ഇഷ്ടമാണോ? പപ്പ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ? എന്താ മോൻ പ്രാർത്ഥിക്കുന്ന ഇപ്പം? പറഞ്ഞേ. പപ്പായി ജയിക്കണം അല്ലേ? ഓക്കെ. പ്രാർത്ഥന കേൾക്കട്ടെ അല്ലേ? കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം അല്ലേ? അടുത്തയാൾക്ക് കൊടുക്കും. എന്റെ പേര് ആൽബിൻ റോയ്. ആൽബിൻ റോയ്. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ആ, ഏത് ക്ലാസ്സിലാണ് മോനെ പഠിക്കുന്നത്? ഞാൻ 10th കഴിഞ്ഞിപ്പം +1. ഏത് സ്കൂളിലാണ്? ചന്ദനക്യാമ്പാറ. ഓക്കെ. ബിജുവിന്റെ ആരാണ്? ചേച്ചിന്റെ മോൻ. ചേച്ചിയുടെ മോൻ. ഇരിക്കണ ചേച്ചി അല്ലേ? ഓക്കെ. ചേച്ചിയുടെ കൊടുക്കൂ. ഞങ്ങള് കണ്ണൂര് പൈസക്കരി ജോസ് മൗണ്ട് ഇടുകയാണ്. ജോസ് മൗണ്ട്. ഓക്കെ ഓക്കെ. ആരാണ് അവിടുത്തെ അച്ഛനൊക്കെ? നിങ്ങളുടെ വികാരി അച്ഛൻ? അച്ഛൻ പീറ്റർ കൊച്ചു വീട്ടിൽ നിന്ന്. ആഹാ. അപ്പൊ അവിടെ നിന്ന് ഇപ്പം നിങ്ങൾ കണ്ണൂരിൽ നിന്ന് വന്നിരിക്കുകയാണ് ബിജുവിന് സപ്പോർട്ടായിട്ട് അല്ലേ? ബിജുവിന്റെ ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് കണ്ണൂര് ഒരു കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നു. കോൺട്രാക്ട് വർക്കാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നു. അതെ. ആഹാ. അവിടെ സൺഡേ സ്കൂളൊക്കെ കുട്ടികളെല്ലാം തൊട്ടടുത്ത് തന്നെയാണോ? നമ്മുടെ ഇടവക അവിടെ തന്നെയാണ്. അപ്പോൾ മോൻ പള്ളിയുടെ അടുത്ത് തന്നെ നമ്മുടെ വീട്. അതെ അല്ലേ? മോൻ അവിടെയാണോ സൺഡേ സ്കൂളൊക്കെ ചെയ്യുന്നത്? എങ്ങനെയുണ്ട് സൺഡേ സ്കൂൾ ലൈഫ്? മോനൊന്ന് കൊടുക്കൂ. സാധാരണ ഒരു +2 ഒക്കെ ആകുമ്പോഴത്തേനും സൺഡേ സ്കൂളിൽ നിന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വലിയ ചേട്ടന്മാരായി, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട എന്നൊരു തോന്നലൊക്കെ ഉണ്ടോ? അതോ ഇപ്പോഴും സൺഡേ സ്കൂളിൽ ഏത് ക്ലാസ്സിലാണ് മോൻ പഠിക്കുന്നത്? 11 അല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഇഷ്ടമാണോ അത്? അവിടെ ഏതെങ്കിലും മിഷൻ ലീഗ് അങ്ങനെയുള്ള ഏതെങ്കിലും സംഘടനകളുണ്ടോ? ഇത്രയും കാലം മിഷൻ ലീഗ് ആയിരുന്നു. ഇപ്പൊ KCYM എന്ന് പറഞ്ഞ യുവജനങ്ങളുടെ ഇതിലും ഉണ്ട്. അതിൽ ആക്റ്റീവ് ആണോ മോൻ? ഇത് ഇക്കൊല്ലം തുടങ്ങുന്നേ ഉള്ളൂ. ഈ ഞായറാഴ്ച അതിന്റെ ഞങ്ങളെ സ്വീകരിക്കുന്നത്. ഓ വെരി ഗുഡ്. അപ്പൊ മിഷൻ ലീഗിൽ ഉണ്ടായിരുന്നു അല്ലേ? അതിലൊരു ആക്റ്റീവ് മെമ്പർ ആയിരുന്നോ? ഓക്കെ, സന്തോഷം. മോൻ വേദപാഠ ക്ലാസ്സിൽ പോകുന്നുണ്ടോ? പറയൂ. ഉണ്ട്. ഏത് ലാംഗ്വേജിലാണ് അവിടെ? ഐ മീൻ കന്നഡയിലാണ്. അവൻ മോൻ അറിയാവോ? കന്നഡ അറിയാവോ? കന്നഡത്തിലാണ് വേദപാഠം പഠിക്കുന്നത്. അതെ, വേദപാഠത്തിൽ ക്ലാസ് ആയിട്ടില്ല അവിടെ. അവിടെ ഇപ്പൊ ചെറിയ ഇടവകയത്. അത് കാരണം എല്ലാരും കൂടെ ചെറിയ പിള്ളേരെ അങ്ങനെ ഒന്നിച്ചിരുത്തി ക്ലാസ് എടുക്കുന്നു അവിടെ. അപ്പൊ മോന് കന്നഡത്തിലാണ് പഠിക്കുന്നത്. മോന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അതെങ്ങനെയാണ് കന്നഡത്തിൽ പറയുക? പിതന സുതന പവിത്രന നാമദലി ആമേൻ. നാമദലി ആമേൻ. ആമേൻ തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പൊ ബിജു അതൊന്ന് ക്ലിയർ ചെയ്യാവോ? ബിജുവിന് അറിയാലോ അല്ലേ? അറിയാം. ഒന്ന് അത് പിതാനാം സുധാനാം മത്തു പവിത്രാത്മന നാമദല്ലി ആമേൻ. ഓഹോ, പിതാനാം സുധാനാം പവിത്രാത്മ ലാസ്റ്റ് വരുന്നത് അതല്ലേ? നാമദല്ലി ആമേൻ. നാമദല്ലി ആമേൻ. പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. നാമത്തിൽ എന്നുള്ളതാണ് നാമദല്ലി. ഓക്കെ ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ബിജു ജോസഫിനുള്ള 3ാമത്തെ ചോദ്യം.
നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആരോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആരോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ എ പത്രോസിനോട്, ഓപ്ഷൻ ബി പീലാത്തോസിനോട്, ഓപ്ഷൻ സി തോമസിനോട്, ഓപ്ഷൻ ഡി നിക്കോദേമോസിനോട്. ആരോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഓപ്ഷൻ സി തോമസിനോട്. ഓപ്ഷൻ സി തോമസിനോട്. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി തോമസിനോട്. ഏത് ഭാഗത്താണ് ഇത് വരുന്നതെന്ന് പറയാൻ പറ്റുമോ? യോഹന്നാന്റെ സുവിശേഷത്തില് യേശു മരിച്ചതിന് വരുത്ത ശേഷം തോമസിനെ കാണാൻ സാധിച്ചില്ല. ഒരു 8 ദിവസം കഴിഞ്ഞപ്പോൾ യേശു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ തോമസ് അവരോട് ഉണ്ടായിരുന്നു. അപ്പോഴാണ് യേശു പറഞ്ഞു, തോമസിനോട് പറഞ്ഞു, നീ അടുത്ത് വരിക, എന്റെ പാർശ്വത്തിൽ വിരലിടുക, വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ തോമസ് പറഞ്ഞു, എന്റെ കർത്താവ്, എന്റെ ദൈവമേ. തോമസ് വിശ്വസിച്ചു. അപ്പോഴാണ് യേശു പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, പക്ഷെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന്. വെരി ഗുഡ്. ഇനി നമുക്ക് ആൻസർ ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ സി തോമസിനോട് റൈറ്റ് ആൻസർ. അത്ഭുതമൊന്നുമില്ല, അത്ര വ്യക്തമായിട്ട് ആ ഭാഗത്തെ പറ്റി ബിജുവിന് അറിയാമായിരുന്നു. നമുക്ക് സ്കോറിലേക്ക് പോകാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ 3rd ക്വസ്റ്റിനും ബിജു ജോസഫ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റിന് ലഭിക്കുന്നു 10 പോയിന്റ്സ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ബിജുവിന്റെ ബാംഗ്ലൂർ ഡേയ്സിനെ പറ്റി കേൾക്കാം. അവിടുത്തെ ലൈഫ്. കാരണം ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു ഡ്രീം സിറ്റി എന്നാണ് പറയുക, അല്ലെ? വളരെയധികം മനോഹരമായ ഒരു നഗരം. എല്ലാവർക്കും എന്തോ ഒരു അട്രാക്ഷനാണ്, കൂടുതൽ യൂത്തിന് പ്രത്യേകിച്ചും. ഒത്തിരിയധികം മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന സ്ഥലം. നമ്മുടെ ഇവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന പല ആൾക്കാരോട് ചോദിച്ചാൽ എല്ലാവരും ബാംഗ്ലൂരിൽ പഠിച്ച ഒരു ഹിസ്റ്ററി ഉള്ളവരാണ് വളരെ കൂടുതൽ ആൾക്കാർ. നഴ്സിംഗ് സ്റ്റുഡൻസ്, MBBS, എഞ്ചിനീയറിംഗ്, എവരിത്തിങ്. അപ്പൊ എങ്ങനെയാണ് ബാംഗ്ലൂർ ലൈഫ് എൻജോയ് ചെയ്യുന്നത് ശരിക്കും? ബാംഗ്ലൂർ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ 2004 അവിടെ പോകുന്നത്. ആ സമയത്തെ ക്ലൈമറ്റ് അല്ല ഇപ്പൊ ഉള്ളത്. അന്നും അപ്പൊ നമ്മള് ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പ്രത്യേക ഒരു കാലാവസ്ഥ അവിടെ ഇല്ല. കാരണം നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഇത്ര മാസത്തിൽ മഴ, ഇത്ര മാസം തണുപ്പ് എന്ന് പറഞ്ഞൊരു എപ്പോഴും ഫുൾ ടൈം തണുപ്പുള്ള സമയമായിരുന്നു ആ വർഷങ്ങളിലൊക്കെ. പിന്നെ വന്നപ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിൽ അതേ കാലാവസ്ഥയാണ് ഇവിടെ. മഴ, തണുപ്പ് അങ്ങനെ തണുപ്പില്ല. പിന്നെ ചൂട് സമയത്ത് നല്ല ചൂട്, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എവിടെ നോക്കിയാലും മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ബാംഗ്ലൂര്. ഗാർഡൻ സിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ റോഡിന്റെ വികസനമൊക്കെ വന്നപ്പോഴത്തേക്കും മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി. വീണ്ടും മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയതോടെ നമുക്ക് അവിടെ ഭയങ്കരമായ ചൂട് കൂടി. ചൂട് സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത ഭയങ്കര ചൂടാണ് അവിടെ. അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ കാലാവസ്ഥകളും. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന പറഞ്ഞാൽ സിറ്റിയിൽ നിന്ന് വളരെ ദൂരെയാണ് താമസിക്കുന്നത്. അവിടെ ചെറിയൊരു ഗ്രാമപ്രദേശം, ഒരു പറയുകയാണെങ്കിൽ ഹള്ളി ഏരിയ, കന്നഡത്ത് ഹള്ളി ഏരിയ എന്ന് അവിടെ പറയുന്നത്. ഹള്ളി ഒരു റൂറൽ ഏരിയയുടെ. ആ സ്ഥലത്തിന്റെ പേരെന്താണ്? ആ സ്ഥലത്തിന്റെ പേര് നെലമംഗല. അത് പീനിയ ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറയുന്നത്. അവിടെയാണ് നിങ്ങളുടെ ഫാക്ടറി? അവിടെ തന്നെയാണോ? ഫാക്ടറി അവിടെ തന്നെയാണ്. അവിടെയാണ്, അതിനടുത്താണ് താമസിക്കുന്നത്? ആ, ഫാക്ടറി അടുത്ത് താമസിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ലൈഫ്? ഞാൻ ചോദിച്ചത്, നമുക്ക് നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് സാധാരണ ദൂരദേശങ്ങളിലെ അല്ലെ പ്രവാസികൾ എന്നൊക്കെ പറയുന്ന പോലെ എൻജോയ് ചെയ്യാവുന്ന ലൈഫാണോ, അതോ? ലൈഫിൽ എൻജോയ് ചെയ്യാൻ ചോദിച്ചാൽ അങ്ങനെ, അതായത് ഗ്രാമം, ജോലി, വീട്. ജോലി കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഡ്യൂട്ടിക്ക് പോയാൽ വൈകിട്ട് വീട്ടിൽ വരുന്നു. പിന്നെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു. അത്രയും സമയം കിട്ടുന്നുള്ളത്. പിന്നെ ഒരു സൺഡേ ഉണ്ടെങ്കിൽ രാവിലെ പള്ളിയിൽ പോകുന്നു, പള്ളിയിൽ പോയി തിരിച്ചു വരുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, അങ്ങനെ കഴിഞ്ഞു പോകുന്നു അല്ലെ? കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസം അടുത്ത് തന്നെയാണോ? സ്കൂളുകളെല്ലാം അടുത്ത് തന്നെയാണ്. സ്കൂളുണ്ട്, സെന്റ് ആൻസ് സ്കൂൾ. അവിടെയാണ് പഠിക്കുന്നത്. നമ്മുടെ മലയാളി സിസ്റ്റേഴ്സ് ആണോ? അല്ല, അവരും കന്നഡയാണ്, മംഗലാപുരം. അവിടെയാണ് മോൻ പഠിക്കുന്നത്? അതെ. ഇളയാൾക്ക് എത്ര വയസ്സുണ്ട്? ഇളയാൾക്ക് ഇപ്പൊ 3 വയസ്സ്. 3 വയസ്സ്. പ്രീ നഴ്സറി പോകുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം.
ബിജുവിന്റെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ബിജു ജോസഫിനുള്ള 4ാമത്തെ ചോദ്യം. ഇസ്രയേൽ ജനങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മോശ ജനപ്രതിനിധികളെ നിയമിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? ഇസ്രയേൽ ജനങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മോശ ജനപ്രതിനിധികളെ നിയമിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? ഓപ്ഷൻ എ യോശുവയുടെ, ഓപ്ഷൻ ബി അഹറോന്റെ, ഓപ്ഷൻ സി ജത്രോയുടെ, ഓപ്ഷൻ ഡി അബിഹുവിന്റെ. ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു മോശ ഇവരെ നിയമിച്ചത്? നാല് ഓപ്ഷൻസ്. സിൽവർ റൗണ്ടിലെ ഫൈനൽ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ജത്രോയുടെ. ഓപ്ഷൻ സി ജത്രോയുടെ. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി ജത്രോയുടെ. കുറച്ച് പരതിയെങ്കിലും മുഖം വളരെ കോൺഫിഡന്റ് ആണ്. എക്സ്പ്രഷൻ ഉറപ്പാണല്ലേ? ഏറെക്കുറെ. അതോ ഉറപ്പാണോ? ഉറപ്പാണെന്ന് തോന്നുന്നു. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ് ഓപ്ഷൻ സി ജത്രോയുടെ റൈറ്റ് ആൻസർ. ഓരോ ആൻസറിനെ പറ്റിയും വ്യക്തമായ ഒരു ധാരണ, ഒരു കറക്റ്റ്, കുറച്ച് പരതുമെങ്കിലും കറക്റ്റ് ആൻസറിലേക്കാണ് എത്തുന്നത്, വളരെ കൂളായിട്ട്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഇസ്രായേൽ ജനത്തെ മോശ നയിച്ചുകൊണ്ടിരിക്കുന്നു. ജനം വർദ്ധിച്ചപ്പോൾ, ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ ഇവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കാത്ത ഒരവസ്ഥ വരുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മായിയപ്പനായ ജത്രോ, അദ്ദേഹമാണ് പറയുന്നത് ജനക്കൂട്ടത്തിൽ നിന്നും സമർത്ഥരായ ആൾക്കാരെ കണ്ടെത്തി ഓരോരോ സ്ഥാനങ്ങൾ ഏൽപ്പിക്കാം. അങ്ങനെ ചെയ്യുകയാണ് മോശ ആ ഭാഗത്തിൽ. അവിടെയാണ് ഇത് വരുന്നത്. നമുക്ക് സിൽവർ റൗണ്ടിലെ 4 ചോദ്യങ്ങൾ കഴിയുമ്പോൾ ബിജുവിന്റെ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ സിൽവർ ക്വസ്റ്റ്യന് ബിജു ജോസഫ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യന് ലഭിക്കുന്നു 10 പോയിന്റ്സ്. സിൽവർ റൗണ്ടിലെ 4 ചോദ്യങ്ങളും കറക്റ്റ് ആയതുകൊണ്ട് 10 പോയിന്റ്സ് ബോണസ് പോയിന്റ്സ് ലഭിക്കുന്നു. ബിജു ജോസഫിന്റെ സിൽവർ റൗണ്ടിലെ ടോട്ടൽ പോയിന്റ്സ് 50 പോയിന്റ്സ്. കനാൻ ദേശം സീസൺ 2 ഈ ഗോൾഡൻ സീറ്റിലേക്ക് കടന്നുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: ആകാശത്തിന്റെ മഞ്ഞിൽ നിന്ന്, ഭൂമിയുടെ ഫലപുഷ്ടിയിൽ നിന്ന് നീ അകന്നിരിക്കും, വാളുകൊണ്ട് നീ ജീവിക്കും. ആരാണ് തന്റെ പുത്രനോട് ഇങ്ങനെ പറഞ്ഞത്? ചോദ്യം ഒരിക്കൽ കൂടി: ആകാശത്തിന്റെ മഞ്ഞിൽ നിന്ന്, ഭൂമിയുടെ ഫലപുഷ്ടിയിൽ നിന്ന് നീ അകന്നിരിക്കും, വാളുകൊണ്ട് നീ ജീവിക്കും. ആരാണ് തന്റെ പുത്രനോട് ഇങ്ങനെ പറഞ്ഞത്? ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങൾ അറിയിക്കുക. SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanadesam@gmail.com. കൺഗ്രാറ്റ്സ്. സിൽവർ റൗണ്ടിലെ മാക്സിമം പോയിന്റ് സ്കോർ ചെയ്തിരിക്കുകയാണ്. സന്തോഷമല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. കനാൻ ദേശം സീസൺ 2 ദ സെക്കൻഡ് റൗണ്ട്, ഗോൾഡൻ റൗണ്ട്. ബിജു, ഗോൾഡൻ റൗണ്ടിലും 4 ചോദ്യങ്ങളാണ്. പക്ഷേ ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവില്ല. മറിച്ച് മുമ്പിലിരിക്കുന്ന ബൈബിൾ നോക്കി ആൻസർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ആൻസർ ചെയ്യുകയാണെങ്കിൽ 10 പോയിന്റ്സിന് പകരം 5 പോയിന്റ്സ് ആണ് ലഭിക്കുക. മറ്റ് റൗണ്ടിലെ പോലെ തന്നെ 4 ചോദ്യങ്ങൾക്കും റൈറ്റ് ആൻസർ ആണെങ്കിൽ 10 പോയിന്റ്സ് ബോണസ് ലഭിക്കും. ഇവിടെയും 50 പോയിന്റ്സ് സ്കോർ ചെയ്യാം. റെഡിയല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ബിജു ജോസഫിനുള്ള ആദ്യത്തെ ചോദ്യം. 53-ാം സങ്കീർത്തനം എത്രാമത്തെ സങ്കീർത്തനത്തിന്റെ ആവർത്തനമാണ്? 53-ാം സങ്കീർത്തനം എത്രാമത്തെ സങ്കീർത്തനത്തിന്റെ ആവർത്തനമാണ്? ഗോൾഡൻ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യമാണ്.
ആൻസർ അറിയില്ലെങ്കിൽ മാത്രം ഓപ്ഷൻ ഉണ്ട്, ബൈബിൾ നോക്കി ആൻസർ ചെയ്യാനുള്ള ഓപ്ഷൻ. 21-ാം സങ്കീർത്തനം. ഒന്നുകൂടെ ആലോചിക്കും. ബൈബിൾ. ബൈബിൾ. യുവർ ടൈം. അമ്പത്തിമൂന്നാം സങ്കീർത്തനം എത്രാമത്തെ സങ്കീർത്തനത്തിന്റെ ആവർത്തനമാണ്? സങ്കീർത്തനം 14. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. 14-ാം സങ്കീർത്തനത്തിന്റെ റൈറ്റ് ആൻസർ. സ്കോറിലേക്ക് പോകാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റിന് ബിജു ജോസഫ് ലൈഫ് ലൈൻ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റിന് 5 points. ബിജു, ബൈബിൾ പഠിക്കുന്ന രീതി എങ്ങനെയാണ്? എനിക്കൊരു കൗതുകം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കാരണം എത്ര പെട്ടെന്നാണ്. കാരണം ഇവിടെ വന്നിരുന്ന ഒരു കണ്ടസ്റ്റന്റും ഇല്ലാത്ത ഒരു സ്പീഡ് ബൈബിൾ റെഫർ ചെയ്യുന്നതിൽ. എങ്ങനെയാണ് അത്? സ്ഥിരം അത് വായിക്കാറുണ്ടോ ബൈബിള്? എങ്ങനെയാണ് അതിന്റെ ഒരു? ബൈബിള് വായിക്കാറുണ്ട് സ്ഥിരം. അതിലും എന്റെ പ്രത്യേകിച്ച രീതികളൊന്നും ഇല്ല. പക്ഷെ സ്ഥിരം യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഈസിനെസ് അല്ലേ? അതായിരിക്കാം. എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഓരോ ഭാഗത്തെ കുറിച്ചും ഒരു വ്യക്തമായ ധാരണയുണ്ട്. നല്ലതാണ്, വളരെ സന്തോഷം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ബാംഗ്ലൂർ ഡേയ്സ് ഇങ്ങനെ വീട് ഭാഗങ്ങളൊക്കെ പറഞ്ഞു. അവിടുത്തെ കുർബാന കുറച്ചു മുമ്പ് കൊച്ചു പറഞ്ഞു. അപ്പൊ കന്നഡത്തിലാണോ നിങ്ങൾ കുർബാന കാണുന്നത്? കന്നഡത്തിലെ കുർബാന കാണുന്നത്. നിങ്ങൾക്കൊരു മലയാളം കുർബാന കാണണമെങ്കിൽ എവിടെ പോകണം? മലയാളം കുർബാന ആണെങ്കിൽ പീനിയ വരെ പോകണം. ജാർഡി ക്രോസ് അവിടെ ഉണ്ട് നമ്മുടെ റോമൻ കത്തോലിക് ആർച്ച് കുർബാന ഉണ്ട്. അവിടെ പോയി കാണണം. ഇപ്പൊ കന്നഡ കുർബാന പറഞ്ഞാൽ ലാറ്റിൻ കുർബാന അവിടെ. അല്ല, സാധാരണ ഞാനും പുറത്തൊക്കെ മദ്രാസിലൊക്കെ താമസിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയാണെങ്കിൽ നമ്മൾ തമിഴ് കുർബാന കണ്ടാലും നമുക്ക് അതിന്റെ ലാംഗ്വേജ് അറിയാമെങ്കിൽ പോലും ഇടയ്ക്ക് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചുനാൾ ഇങ്ങനെ അടുപ്പിച്ച് കഴിയുമ്പോൾ രണ്ട് ചോറുണ്ടില്ലെങ്കിൽ ഒരു സുഖമില്ല എന്ന് പറയുന്നത് പോലെ മലയാളത്തിലൊരു കുർബാന കാണുമ്പോൾ ഉള്ള ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? പോയി നമ്മൾ ദൂരത്താണെങ്കിൽ പോയി കാണുമ്പോൾ മലയാളത്തിൽ കുർബാന കാണുമ്പോൾ ഒരു എന്തോ നമുക്കൊരു അങ്ങനെ വല്ലതും തോന്നാം? അതോ? കുർബാന കാണാറുണ്ട്. ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ ആ പള്ളി കാണാറുണ്ട്. അതുമല്ല ബാംഗ്ലൂർ തന്നെ നമ്മുടെ CST ഫാദേഴ്സിന്റെ ഒരു ധ്യാനകേന്ദ്രം ഉണ്ട് അവിടെ. ആ ധ്യാനകേന്ദ്രം പോയി ഞാൻ മിക്ക സൺഡേയിലും അവിടെ പോകാറുണ്ട്. അവിടെയാണ് കാണുക സാധാരണ. അവിടെ പോയി അവിടെ രാവിലെ 9 തൊട്ട് 1 മണി വരെ വൺഡേ ധ്യാനം, ആരാധന, കുർബാന എല്ലാം ഉണ്ട് അവിടെ. അപ്പൊ ഇടയ്ക്ക് എല്ലാ മാസം ധ്യാനം ഉണ്ട് അവിടെ. അപ്പൊ വർഷത്തെ ഒന്നെങ്കിലും നമ്മൾ ധ്യാനത്തിന് പോകാറുണ്ട് അവിടെ. അപ്പോ ബാംഗ്ലൂരിൽ വന്ന ശേഷം ഒരു ആത്മീയ ജീവിതത്തിന് അടിത്തറ ഭാഗ്യം എന്ന് പറയുകയാണെങ്കിൽ CST ധ്യാനേന്ദ്രമാണെന്ന് പറയാം. അതിനുശേഷമാണ് അവിടെ എല്ലാ ആഴ്ചകളിലും ധ്യാനമുണ്ട്. എല്ലാ മാസത്തിലും മലയാള ധ്യാനം, കന്നഡ ധ്യാനമുണ്ട്. അവിടെ നമുക്ക് മലയാളം കുർബാനയോ മലയാളം പ്രാർത്ഥനകളൊന്നും നമുക്ക് മിസ് ചെയ്യുന്നില്ല. എപ്പോ വേണമെങ്കിലും നമുക്ക് അവിടെ എപ്പോഴും പ്രാർത്ഥനയാണ് അവിടെ ഉള്ളത്. കാരണം മാതൃഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു മനസ്സിന്റെ ഒരു സുഖം, അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ അപ്പൊ കുട്ടികളെല്ലാം അവിടെ വേദപാഠം പഠിക്കുന്നത് കന്നഡത്തിൽ തന്നെ, നിങ്ങളുടെ അടുത്തുള്ള പാരീഷിൽ അല്ലേ? ഓക്കെ. നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെയാണോ അവിടുത്തെ കുർബാനയും രീതികളും? വേദപാഠ ക്ലാസ്സുകളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ നടക്കാറുണ്ടോ? അവിടെ അങ്ങനെ നടക്കാറില്ല. പിള്ളേർ കുറവായ കാരണം അവരങ്ങനെ ക്ലാസ് ആയിട്ടൊന്നും നടത്താറില്ല അവിടെ. ചർച്ച കഴിഞ്ഞ് കുറച്ചു നേരം അങ്ങനെയാണ് നടത്താറുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ബിജു ജോസഫിനുള്ള രണ്ടാമത്തെ ചോദ്യം. വിശുദ്ധ പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം ആർക്കു വേണ്ടി എഴുതപ്പെട്ടതാണ്? ശ്രദ്ധിക്കാം. വിശുദ്ധ പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം ആർക്കു വേണ്ടി എഴുതപ്പെട്ടതാണ്? ബൈബിളിലേക്ക് പോകാം. യുവർ ടൈം. വിശുദ്ധ പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം ആർക്കു വേണ്ടി എഴുതപ്പെട്ടതാണ്?
യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. വ്യക്തമായി പറയൂ. യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി. യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി. റൈറ്റ് ആൻസർ. 1 പത്രോസ് ആമുഖത്തിലാണ് ഈ ഭാഗം പറയുന്നത് അല്ലേ? അതെ. കാരണം ക്രിസ്ത്യാനികൾ ആ സമയത്ത് പ്രവാസികളായി യഹൂദ ക്രിസ്ത്യാനികൾ പല സ്ഥലങ്ങളിൽ, പോന്തസിൽ, ഗലാത്തിയയിൽ, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ അവിടെ ചിതറിക്കിടക്കുകയായിരുന്നു. അവർക്ക് ഒത്തിരി പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഈ കാലത്ത് അവർക്ക് വേണ്ടിയിട്ടാണ് വിശുദ്ധ പത്രോസ് ഈ ലേഖനം, 1-ാം ലേഖനം എഴുതുന്നത്. എനിഹോ, 2ാമത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. ഗോൾഡൻ റൗണ്ടിൽ പോയിന്റ്സ് അറിയാം. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റ്യനും ബിജു ജോസഫിന് ലഭിക്കുന്നു 5 പോയിന്റ്സ്. അങ്ങനെ 2 ചോദ്യങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗോൾഡൻ റൗണ്ടിൽ കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ബിജു ജോസഫിനുള്ള 3ാമത്തെ ചോദ്യം. തോബിത്തിന്റെ പിതാവിന്റെ പേരെന്ത്? തോബിത്തിന്റെ പിതാവിന്റെ പേരെന്ത്? ഗോൾഡൻ റൗണ്ടിൽ 3ാമത്തെ ചോദ്യം. തോബിയേൽ. തോബിയേൽ. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. തോബിയേൽ. റൈറ്റ് ആൻസർ. തോബിത്തിന്റെ പിതാവ് തോബിയേൽ. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടല്ലേ? തോബിയേൽ, തോബിത്ത്. തോബിത്തിന്റെ പുസ്തകം 1:1 ഈ ഭാഗം പറയുന്നത്. ആദ്യത്തെ ഇതിൽ തന്നെ വരുന്നുണ്ട് ഈ ഭാഗം. എനിക്കോ 3 ചോദ്യങ്ങൾ കഴിയുമ്പോൾ ബിജുവിന്റെ സ്കോർ അറിയാം പോയിന്റ് ബാങ്കിൽ. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ 3rd ക്വസ്റ്റ്യന് ബിജു ജോസഫ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. ലഭിക്കുന്നു 10 പോയിന്റ്സ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ബിജുവിന്റെ പ്രാർത്ഥനാ ജീവിതം കുറച്ചു മുമ്പ് പറഞ്ഞു. ബാംഗ്ലൂരിലെത്തി, ധ്യാന കേന്ദ്രത്തിൽ എത്തിയതിനു ശേഷമാണ് ആത്മീയ ജീവിതത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ പോകുവാൻ സാധിച്ചതെന്ന് പറഞ്ഞു. അതിനു മുമ്പുള്ള ലൈഫും അതിനുശേഷമുള്ള ലൈഫിനെയൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ആദ്യമായി ബാംഗ്ലൂർ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് പോയി ഒറ്റപ്പെട്ട അവസ്ഥ പോലെയായിരുന്നു അവിടെ. കല്യാണം കഴിഞ്ഞാണോ അങ്ങോട്ട് പോകുന്നത്? അല്ല, കല്യാണത്തിന് മുമ്പ് പോകുന്നത്. അവിടുന്ന് 3 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ. അപ്പോൾ പലപ്പോഴും കമ്പനിയിൽ ചെന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വരുന്നു. എപ്പോഴും അവിടുന്ന് സ്ഥിരം നിൽക്കാനൊരു താല്പര്യമില്ലായിരുന്നു ആ സമയങ്ങളിലൊക്കെ. അതെല്ലാം കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ധ്യാനേന്ദ്രം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ യാത്രയുണ്ട് ധ്യാനത്തിലേക്ക്. അപ്പൊ അവിടെ പോയി മിക്ക സൺഡേകളിലും അവിടെ ധ്യാനത്തിന് പോകാറുണ്ട്. പണ്ടേ ധ്യാനമുണ്ട് അവിടെ. ധ്യാനം, ദിവ്യകാരുണ്യ ആരാധന എല്ലാം ഉണ്ട് അവിടെ. അതെല്ലാം കഴിഞ്ഞു അങ്ങനെ പിന്നെ വർഷത്തിൽ ഒന്നെങ്കിലും ധ്യാനത്തിന് പോകാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിനുശേഷമാണ് കല്യാണവും എല്ലാം. അതിനുശേഷമാണ് കല്യാണം എല്ലാം കഴിയുന്നത്. 2007 കല്യാണം കഴിയുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ മുമ്പേ കന്നഡത്തില് മോൻ പ്രാർത്ഥിച്ചപ്പോ ഞാൻ ഓക്കെയാണ്. കന്നഡത്തിൽ ഏതെങ്കിലും സോങ്ങുകൾ, ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 4 ലൈൻ പാടാൻ പറ്റുമോ? കുറുബരു നാവു കുറുബരു ഉലಗುಟ್ಟದ ನಮ್ಮ ಬಿಡು ಹುಟ್ಟಿದು ನಮ್ಮಲ್ಲಿ ಭಯವಿಧಿ ತೆರೆದು ದಿವ್ಯ ದರ್ಶನ ಕಂಡು ಆಗ ಸದಾ ಭಯದಿನಲ್ಲಿ ಹುಟ್ಟಿದು ನಮ್ಮಲ್ಲಿ ಭಯವಿದು ತೆರೆದು ದಿವ್ಯ ದರ್ಶನ ಕಂಡು ಹಾಡಿದು ಸ್ವರ್ಗದ ಪರಿವಾರ ಸುಮಧುರ ಹಾಡು ಮನೋಹರ ನಮಗಿಂದು ಪರಿವಾರ ತಂದ ಸಮೇಶ್ವರ. ലാസ്റ്റ് ലൈൻ വെരി ഗുഡ്. ലാസ്റ്റ് ലൈൻ മാത്രം ഈശ്വര, അത് ഈശ്വരനാണെന്ന് മനസ്സിലായി, ബാക്കിയൊന്നും മനസ്സിലായില്ല. എന്താണ് ഭയപ്പെടേണ്ട, അങ്ങനത്തെ മീനിങ് അല്ല? അത് ഇതാണ് നമ്മുടെ യേശു ജനിച്ചപ്പോൾ കുറുബര് നാവു. കുറുബര് എന്ന് പറഞ്ഞാൽ ഞങ്ങള് കുറുബര് എന്ന് പറഞ്ഞാൽ ആട്ടിൻ കുഞ്ഞുങ്ങൾ കുറുബര്. അത് ഒരു അങ്ങനെ ബന്ധപ്പെട്ടുള്ള വരികളാണ്. ആടിജ് സ്വർഗത പരിവാര, സ്വർഗത്തിലെ ദൂതന്മാർ പാട്ടുപാടി
സുമംഗളം നല്ലൊരു പാട്ട് പാടി. യേശു ജനിച്ചപ്പോ മാലാകന്മാർ പാടിയ ആ പാട്ട്, അത് ക്രിസ്മസിനുള്ളൊരു പാട്ടായിട്ട്. എനിക്ക് ഇതിന്റെ അർത്ഥം അറിയത്തില്ല, പക്ഷെ ഞാനും കന്നഡത്തിൽ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഒരു 10-20 ഞാൻ പാടിയ വേഴ്സ് കറക്റ്റ് ആയിരിക്കുമല്ലോ. എന്നാലും ഒരു കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് ഞങ്ങൾ ഇങ്ങനെ കന്നഡ പാട്ട് മലയാളത്തിൽ എഴുതി പഠിച്ചത്. എല്ലാവരും അങ്ങനെയാണ് മലയാളത്തിൽ. ഞാനും പാടിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ മലയാളത്തിൽ എഴുതിയിട്ടാണ് നമ്മളത്. മലയാളിക്ക് ഏത് ലാംഗ്വേജും വഴങ്ങും നാക്കില്. അങ്ങനെയുള്ള ആ വാക്കുകളെല്ലാം വഴങ്ങുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അങ്ങനെയുള്ള ലാംഗ്വേജിലേക്ക് പോകാൻ പറ്റും. അത് കഴിഞ്ഞ ഞങ്ങളോട് കേരള സമാജമുണ്ട്. അപ്പൊ കേരള സമാജത്തിന് അവര് പിന്നെ അവിടെ ഇങ്ങനെ ക്രിസ്മസ് കരോളായിട്ട് എല്ലാ വീട്ടിൽ പോകും. അപ്പൊ അവര് പറഞ്ഞു ഒരു കന്നഡ പാട്ട് വേണമെന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ കുറെ തേടി. അപ്പൊ ഇങ്ങനെ ഒരു പാട്ട് കണ്ട് അത് മലയാളത്തിൽ എഴുതി ഞങ്ങൾ അങ്ങനെ പോയി പാടിയത്. അന്ന് പാടി. അപ്പൊ അവിടെ പാടാറൊക്കെ ഉണ്ട്, ആക്റ്റീവാണ് അങ്ങനെയുള്ള കാര്യം അല്ല. അത് അങ്ങനെ പള്ളിയൊന്നും പാടാറില്ല, ജസ്റ്റ് അങ്ങനെ പാടിയത്. അങ്ങനെ വരുന്നത് അത് കാരണം ക്രിസ്മസ് ഒക്കെ വരുമ്പോ നിങ്ങളുടെ അസോസിയേഷൻ അങ്ങനെയുള്ള പരിപാടികളൊക്കെ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ബിജു ജോസഫിനുള്ള 4ാമത്തെ ചോദ്യം. ദൈവഭയമില്ലാതെ ജീവിക്കുന്നവരെ ദൈവം ശിക്ഷിക്കുന്നതിന്റെ ഉദാഹരണമായി ഏതൊക്കെ നഗരങ്ങളെ നശിപ്പിച്ചു എന്നാണ് വിശുദ്ധ പത്രോസിന്റെ 2ാമത്തെ ലേഖനത്തിൽ പറയുന്നത്? ദൈവഭയമില്ലാതെ ജീവിക്കുന്നവരെ ദൈവം ശിക്ഷിക്കുന്നതിന്റെ ഉദാഹരണമായി ഏതൊക്കെ നഗരങ്ങളെ നശിപ്പിച്ചു എന്നാണ് വിശുദ്ധ പത്രോസിന്റെ 2ാമത്തെ ലേഖനത്തിൽ പറയുന്നത്? നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളതാണ് പലപ്പോഴും. ബൈബിളിൽ അത് മിസ് ചെയ്യാൻ ചാൻസ് ഇല്ല. സോദോം ഗൊമോറ. ചോദിക്കട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ്. സോദോം ഗൊമോറ റൈറ്റ് ആൻസർ. കാരണം ഇത് നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് അല്ലേ നമ്മൾ കേൾക്കുന്ന പഴയ നിയമം വായിക്കുന്നിടത്ത് നമ്മുടെ മനസ്സിലൊരു ഭീതിയോടെ അല്ലേ 2 നഗരങ്ങളുടെ അത് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ആണ് ഞാൻ പറഞ്ഞത് മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. എനിക്കോ റൈറ്റ് ആൻസർ. ഗോൾഡൻ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ കഴിയുമ്പോൾ സ്കോർ അറിയാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ ഗോൾഡൻ ക്വസ്റ്റ്യന് ബിജു ജോസഫ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യന് ലഭിക്കുന്നു 10 പോയിന്റ്സ്. ഗോൾഡൻ റൗണ്ടിൽ ബിജു ജോസഫിനുള്ള ടോട്ടൽ പോയിന്റ്സ് 30 പോയിന്റ്സ്. സിൽവർ റൗണ്ടിൽ 50 പോയിന്റ്സ്. ഇതുവരെയുള്ള ബിജു ജോസഫിന്റെ പോയിന്റ് നില 80 പോയിന്റ്സ്. കനാൻ ദേശം സീസൺ 2 ഈ ഗോൾഡൻ സീറ്റിലേക്ക് കടന്നു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: ആകാശത്തിന്റെ മഞ്ഞിൽ നിന്ന്, ഭൂമിയുടെ ഫലപുഷ്ടിയിൽ നിന്ന് നീ അകന്നിരിക്കും, വാളുകൊണ്ട് നീ ജീവിക്കും. ആരാണ് തന്റെ പുത്രനോട് ഇങ്ങനെ പറഞ്ഞത്? ചോദ്യം ഒരിക്കൽ കൂടി: ആകാശത്തിന്റെ മഞ്ഞിൽ നിന്ന്, ഭൂമിയുടെ ഫലപുഷ്ടിയിൽ നിന്ന് നീ അകന്നിരിക്കും, വാളുകൊണ്ട് നീ ജീവിക്കും. ആരാണ് തന്റെ പുത്രനോട് ഇങ്ങനെ പറഞ്ഞത്? ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങൾ അറിയിക്കുക. SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanadesam@gmail.com. അങ്ങനെ 2 റൗണ്ടുകൾ കഴിയുമ്പോൾ 80 പോയിന്റ്സ് നല്ലൊരു സ്കോറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അടുത്ത റൗണ്ടിലേക്ക് പോകാം. കനാൻ ദേശം സീസൺ 2 ദ 3rd റൗണ്ട്, ഡയമണ്ട് റൗണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡയമണ്ട് റൗണ്ടാണ്, റിയൽ ഡയമണ്ട് റൗണ്ട്. കാരണം ഈ 3 റൗണ്ടുകളിലും ഏറ്റവും അധികം സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ള റൗണ്ടാണ് ഡയമണ്ട് റൗണ്ട്. അത് ബിജു എടുക്കുന്ന തീരുമാനം അനുസരിച്ചിരിക്കും. കൂടെ വന്നിരിക്കുന്നവരുടെ സഹായം, ചേച്ചിയുടെയൊക്കെ സഹായം ചോദിച്ച് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും 10 പോയിന്റ്സ് ആണ് ലഭിക്കുക. 4 ചോദ്യങ്ങളാണ് ഇവിടെയും ഉള്ളത്. മറിച്ച് ഡയറക്റ്റ് ആയിട്ട് ഞാൻ തന്നെ ആൻസർ ചെയ്യാം എന്ന് ബിജു എടുക്കുന്ന തീരുമാനത്തിൽ ആദ്യത്തെ ചോദ്യത്തിന് 20 പോയിന്റ്സ്, 2ാമത്തെ ചോദ്യത്തിന് 40 പോയിന്റ്സ്, 3ാമത്തെ ചോദ്യത്തിന് 80, 4ാമത്തെ ചോദ്യത്തിന് 160. അങ്ങനെ ടോട്ടൽ 300 പോയിന്റ്സ് സ്കോർ ചെയ്യാം ഈ ഒറ്റ റൗണ്ടിൽ. കമ്പാനിയൻസിന്റെ സഹായം വേണമോ വേണ്ടയോ ബിജുവിന് തീരുമാനിക്കാം. ഡയറക്റ്റ് പോകുന്നോ അതോ
ഡയറക്റ്റ് പോകുന്നു. മാക്സിമം സ്കോർ ചെയ്യണം. കോൺഫിഡൻസ്. പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ബിജു ജോസഫിനുള്ള ആദ്യത്തെ ചോദ്യം. യേശു സുഖപ്പെടുത്തിയ തളർവാദ രോഗി കിടന്നിരുന്നത് ഏത് കുളത്തിന്റെ മണ്ഡപത്തിലാണ്? യേശു സുഖപ്പെടുത്തിയ തളർവാദ രോഗി കിടന്നിരുന്നത് ഏത് കുളത്തിന്റെ മണ്ഡപത്തിലാണ്? സമയമുണ്ട്. ഡയമണ്ട് റൗണ്ടാണ്. ആലോചിച്ച് ആൻസർ ചെയ്യാം. ചോദിക്കട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ്. ബെത്സേദ റൈറ്റ് ആൻസർ. യോഹന്നാൻ 5:2 അല്ലേ? ബെത്സേദ കുളം. അത് ബൈബിളിൽ നമുക്ക് വളരെ എപ്പോഴും വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ പതിയുന്ന ഒരു പേരും അല്ലേ? എനിക്ക് ഡയമണ്ട് റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. ചോദിക്കാം, പോയിന്റ് അറിയാം. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യന് ബിജു ജോസഫിന് ലഭിക്കുന്നു 20 പോയിന്റ്സ്. അപ്പോൾ ഡയമണ്ട് റൗണ്ടിന്റെ ബിഗിനിങ് 20 പോയിന്റ്സോടെ തുടങ്ങിയിരിക്കുകയാണ്. ഇനി 3 ചോദ്യങ്ങളാണ് ഡയമണ്ട് റൗണ്ടിലും ഈ എപ്പിസോഡിലും. അതിനു മുമ്പ് ബിജുവിന്റെ, അതായത് ആത്മീയ ജീവിതം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. വൈഫിനെ പറ്റി പറഞ്ഞില്ല. അത് ഇപ്പോൾ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. പേര് പറഞ്ഞില്ല. ഒന്ന് പരിചയപ്പെടുത്തും. വൈഫിന്റെ പേര് ബീന. ബീന. വൈഫിന്റെ സ്വദേശം ഞങ്ങൾ ഒരേ ഡിസ്ട്രിക്ട് കണ്ണൂർ തന്നെയാണ്. മണത്തണ. ഓക്കെ. അവര് തൊണ്ടി ഇടവകയാണ്. വൈഫ് നേഴ്സാണ് ജോലി. ഇപ്പൊ പോകുന്നില്ല. ബാംഗ്ലൂർ തന്നെ വർക്ക് ചെയ്യായിരുന്നു. ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ പോകുന്നില്ല. ഓക്കെ. അപ്പോൾ വൈഫും അമ്മയും എല്ലാവരും ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ബിജു ജോസഫിനുള്ള രണ്ടാമത്തെ ചോദ്യം. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത് എന്നു പറഞ്ഞ് ദൈവത്തോട് കോപിച്ച പ്രവാചകൻ ആര്? ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞ് ദൈവത്തോട് കോപിച്ച പ്രവാചകൻ ആര്? ഡയമണ്ട് റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം. യോന പ്രവാചകൻ. യോന പ്രവാചകൻ. ശ്രദ്ധിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. യോന പ്രവാചകൻ റൈറ്റ് ആൻസർ. അങ്ങനെ ആദ്യത്തെ 2 ചോദ്യങ്ങൾ ഡയമണ്ട് റൗണ്ടിൽ ബിജുവിന്റെ മുഖത്ത് നല്ല ഒരു ചിരി വന്നിരിക്കുകയാണ്. ചോദിക്കാം, സ്കോർ ചോദിക്കാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. അഗെയിൻ ഡയമണ്ട് റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റിനും ബിജു ജോസഫ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. സോ യു ആർ ഗെറ്റിംഗ് 40 പോയിന്റ്സ്. 40 പോയിന്റ്സ്. അങ്ങനെ ഡയമണ്ട് റൗണ്ടിലെ 2 ചോദ്യങ്ങൾക്കും വിജയകരമായി ആൻസർ ചെയ്തിരിക്കുകയാണ്. എന്താണ് കാനാൻ ദേശം സീസൺ 2 ഈ ഗോൾഡൻ ചെയറിൽ വന്നിരിക്കുമ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ഒത്തിരിയധികം ജനങ്ങളോട് ബിജുവിന്റെ ആശയങ്ങളോ ഐഡിയകളോ ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന, അതായത് ആത്മീയ ജീവിതത്തിലുള്ള എന്താ പറയാൻ തോന്നുന്നു ഈ പ്രോഗ്രാമിനെ പറ്റി, അല്ലെങ്കിൽ ബിജുവിന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഒരു സന്ദേശമാണ് കൊടുക്കാൻ പറ്റുക? ആത്മീയ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ നമ്മള് ഒത്തിരി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ദൈവാനുഭവം, അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ദൈവാനുഭവം ഉണ്ടാവും. അപ്പൊ ആ ദൈവാനുഭവത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ചില സമയങ്ങളിൽ നമുക്ക് ദൈവാനുഭവം കിട്ടാത്തൊരവസ്ഥ വരും. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്കൊരു ദൈവത്തിൻ്റെതായ ഒരു അനുഭൂതി ഉണ്ടെങ്കിലാണ് നമ്മൾ
ഒരു മനസ്സറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ചില സമയത്ത് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് ആ അനുഭവം കിട്ടാണ്ട് വരും. ഇപ്പം ധ്യാനത്തിനാണെങ്കിലും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ധ്യാനത്തിന് പോയി കഴിയുമ്പോൾ എല്ലാവർക്കും പല ദർശനങ്ങൾ കണ്ടു, മാതാവിനെ കണ്ടു, അങ്ങനെ. പക്ഷെ എനിക്ക് അങ്ങനതായ ഒരു അനുഭവം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ശാലോമിൽ ഇങ്ങനെ ഒരു ലേഖനം വായിക്കേണ്ടതായി. അപ്പോൾ ദൈവ അനുഭവമല്ല, അതിനേക്കാൾ ദൈവത്തെയാണ് നമ്മൾ കൂടുതൽ തേടേണ്ടതെന്ന്. കാരണം ചില സമയത്ത് ദൈവാനുഭവം കിട്ടിയില്ലെങ്കിലും ഒത്തിരി കൃപകൾ കൂടുതൽ തരാൻ വേണ്ടിയായിരിക്കും ദൈവം അങ്ങനത്തെ ചെറിയ അനുഭവങ്ങളോട് ഇന്ന് പോകാത്തതെന്ന്. കഷ്ടങ്ങൾ കടന്നുപോയ ജീവിച്ചിരുന്ന വിശുദ്ധ എന്ന് പറഞ്ഞ മദർതെരേസ പോലും ദൈവം പറഞ്ഞ ഒരു സംഭവം ഉണ്ടോയെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴാണ് മദർതെരേസ ഓർത്തത്, ഈ അനുഭവം അനേകം ആത്മാക്കളെ രക്ഷിക്കാനുള്ള എനിക്കൊരു ദൈവത്തിന്റെ ഒരു ഇതാണ്. അങ്ങനെ അതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള പ്രചോദനമാണ് മദർതെരേസ പറഞ്ഞു തരുന്നത്. അതുപോലെ ദൈവാനുഭവം ഇല്ലെങ്കിലും ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ള ആ ഉറച്ച ബോധ്യത്തില് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒത്തിരി കൃപകളും ഉണ്ടാവും എന്നുള്ളതാണ്. അത് നമ്മളിപ്പം നമ്മുടെ യോനാ പ്രവാചകന്റെ നമ്മുടെ ഇപ്പൊ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലെ, അദ്ദേഹവും ഇതുപോലെ ഒരു അവസ്ഥയിലേക്ക് അല്ലെ ഉണ്ടോ എന്നുള്ള ഒരു തള്ളി പറയുന്ന ഒരു ഭാഗം, ദേഷ്യപ്പെടുന്ന ഒരു ഭാഗത്ത് അതിലേക്ക് തന്നെയാണ് വന്നത്. ഇപ്പൊ ബിജു ശരിക്കും മുമ്പേ പറഞ്ഞതുപോലെ ദൈവാനുഭവം എന്ന് പറയുന്നത് അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മുഴുവൻ, ഞാനും ബിജു പറഞ്ഞ പോലെ പണ്ട് എന്റെ ചെറുപ്പകാലത്ത് ഡിവൈനിൽ വന്ന് ധ്യാനിക്കുമ്പോൾ എല്ലാവർക്കും ഞാൻ അനുഭവം എന്താണ് എനിക്ക് ഉണ്ടാവാത്തതെന്ന് ഓർത്ത് അതിനുവേണ്ടിയാണ് എന്റെ പ്രാർത്ഥനയും എന്റെ കോൺസെൻട്രേഷനും ഒക്കെ. എനിക്ക് എന്തെങ്കിലും ദൈവാനുഭവം. പക്ഷെ ദൈവാനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയല്ലേ, നമ്മുടെ ജീവിതത്തിൽ അനുദിനം ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ തന്നെയല്ലേ ദൈവാനുഭവം. ആ അനുഭവത്തിലൂടെയാണല്ലോ നമ്മൾ എല്ലാ ദിവസവും കടന്നു പോകുന്നത്. അതിനുള്ളില് ആ പ്രാർത്ഥന ഇപ്പോ പറഞ്ഞ പോലെ ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മൾ സർവ്വം മറന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ദൈവാനുഭവമായി തന്നെയാണ് മാറുന്നത് അല്ലെ. ഓരോ നല്ല പ്രാർത്ഥനകളും ദൈവാനുഭവം തന്നെയാണ്. വളരെ നല്ല പോയിന്റാണ് ബിജു പറഞ്ഞത്. എനിഹൗ നമുക്ക് 2 ചോദ്യങ്ങൾ കഴിഞ്ഞു, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ബിജു ജോസഫിനുള്ള 3ാമത്തെ ചോദ്യം. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ചു കൂട്ടാൻ ഞാൻ ആഗ്രഹിച്ചു. ഏതു നഗരത്തെ പ്രതിയാണ് യേശു ഇങ്ങനെ വിലപിച്ചത്? പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ചു കൂട്ടാൻ ഞാൻ ആഗ്രഹിച്ചു. ഏത് നഗരത്തെ പ്രതിയാണ് യേശു ഇങ്ങനെ വിലപിച്ചത്? ഡയമണ്ട് റൗണ്ടിലെ 3ാമത്തെ ചോദ്യമാണ്. ജെറുസലേം. ചോദിക്കട്ടെ? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ജെറുസലേം റൈറ്റ് ആൻസർ. ഡയമണ്ട് റൗണ്ടിൽ 3 ചോദ്യങ്ങൾ, 3നും റൈറ്റ് ആൻസർ. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വളരെ കൂളായിട്ട്, മുഖത്ത് യാതൊരു എക്സ്പ്രഷനുമില്ല ആൻസർ ചെയ്യുമ്പോൾ, ബട്ട് വളരെ ഷാർപ്പാണ്. റൈറ്റ് ആൻസറുകളിലേക്കാണ് പോകുന്നത്. വെരി ഗുഡ് പെർഫോമൻസ്. വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ്. നമുക്ക് സ്കോറിലേക്ക് പോകാം. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ 3rd ക്വസ്റ്റിനും ബിജു ജോസഫ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റിന് ലഭിക്കുന്നു 80 പോയിന്റ്സ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23:37 അവിടെയാണ് ഈ ഭാഗം പറയുന്നത്, ജെറുസലേം. അപ്പോൾ ഇനി നമുക്ക് ചോദ്യങ്ങൾക്കോ ആൻസറുകൾക്കോ ഒന്നും പ്രസക്തിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ടോക്കിന് പ്രസക്തിയില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതല്ലേ ആഗ്രഹിക്കുന്നത്? ഡയമണ്ട് റൗണ്ടിലെ ദ വെരി ഫൈനൽ ക്വസ്റ്റ്യൻ. റെഡിയല്ലേ? കനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ബിജു ജോസഫിനുള്ള 4ാമത്തെ ചോദ്യം. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകമായി ആദിമ ക്രൈസ്തവർ കണക്കാക്കുന്ന പഴയ നിയമ ഗ്രന്ഥം ഏത്? ശ്രദ്ധിക്കാം. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകമായി ആദിമ ക്രൈസ്തവർ കണക്കാക്കുന്ന പഴയ നിയമ ഗ്രന്ഥം
ഏത്? The real diamond question in diamond round. നാൽപ്പത്തിമൂന്ന് സെക്കൻഡ് കൂടിയുണ്ട്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകം. ഏത് പഴയ നിയമഗ്രന്ഥമായിരിക്കും? പുറപ്പാട്. നിയമാവർത്തനം. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. സോറി, ഉത്തമഗീതം ഇസ് ദ റൈറ്റ് ആൻസർ. അത് മനസ്സിൽ വന്നിരുന്നോ? ഇല്ല. കാരണം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകം വിവാഹ ബന്ധത്തോട് അല്ലേ, അങ്ങനെ ബന്ധപ്പെടുത്തിയാണ് ഉത്തമഗീതത്തിൽ പറയുന്നത്. അപ്പോൾ ഉത്തമഗീതത്തിന്റെ ആമുഖത്തിൽ തന്നെയുണ്ട് ഈ ഭാഗം പറയുന്നത്. അതെങ്ങനെ മിസ് ചെയ്തു എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഓർത്തു ഇത് ബിജു ഉറപ്പായിട്ടും ഇതിന്റെ ആൻസർ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു എനിക്ക്. എനിഹൗ, നല്ല പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് ഫൈനൽ സ്കോറിലേക്ക് പോകാം. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ ഡയമണ്ട് ക്വസ്റ്റ്യന് ബിജു ജോസഫ് നൽകിയ ഉത്തരം തെറ്റാണ്. സോ ഈ ക്വസ്റ്റ്യന് നോ പോയിന്റ്സ്. ആൻഡ് ഡയമണ്ട് റൗണ്ടിൽ ബിജു ജോസഫിനുള്ള ടോട്ടൽ പോയിന്റ്സ് 140 പോയിന്റ്സ്. സിൽവർ റൗണ്ടിൽ 50 പോയിന്റ്സ്. ഗോൾഡൻ റൗണ്ടിൽ 30 പോയിന്റ്സ്. ദ ഗ്രാൻഡ് ടോട്ടൽ ഈസ് 220 പോയിന്റ്സ്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ബിജു ജോസഫ്. കനാൻ ദേശം സീസൺ 2 ഈ ഗോൾഡൻ സീറ്റിലേക്ക് കടന്നു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: ആകാശത്തിന്റെ മഞ്ഞിൽ നിന്ന്, ഭൂമിയുടെ ഫലപുഷ്ടിയിൽ നിന്ന് നീ അകന്നിരിക്കും, വാളുകൊണ്ട് നീ ജീവിക്കും. ആരാണ് തന്റെ പുത്രനോട് ഇങ്ങനെ പറഞ്ഞത്? ചോദ്യം ഒരിക്കൽ കൂടി: ആകാശത്തിന്റെ മഞ്ഞിൽ നിന്ന്, ഭൂമിയുടെ ഫലപുഷ്ടിയിൽ നിന്ന് നീ അകന്നിരിക്കും, വാളുകൊണ്ട് നീ ജീവിക്കും. ആരാണ് തന്റെ പുത്രനോട് ഇങ്ങനെ പറഞ്ഞത്? ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങൾ അറിയിക്കുക. SMS അയക്കേണ്ട നമ്പർ 9741555533. ഇമെയിൽ kanadesam@gmail.com. അപ്പോൾ വളരെ നല്ല പെർഫോമൻസ്. ആ ലാസ്റ്റ് ഒരു ചോദ്യം അത് മിസ് ചെയ്തതിന്റെ അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറയണം. ഇതില് 12 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം മാത്രമേ ബിജുവിന് മിസ്സായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഡേഞ്ചർ സോണിലേക്ക് വരാനുള്ള ചാൻസുകളുണ്ട്. അടുത്ത എപ്പിസോഡുകൾ വന്നതിന് ശേഷമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. എങ്കിലും അതിനുള്ളൊരു ചാൻസ് ഉണ്ട്. വളരെയധികം സന്തോഷം ബിജു ഇവിടെ വന്ന് ഇതിൽ പങ്കെടുത്തതിന്, ബിജുവിന്റെ അനുഭവങ്ങൾ, അഭിപ്രായങ്ങൾ ഷെയർ ചെയ്തതിന്, മക്കളെയും മകനെയും കൂട്ടി ബാംഗ്ലൂരിൽ നിന്നും വന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി ബിജുവിന്റെ വൈഫിനും ആശംസകൾ നേർന്നുകൊണ്ട് കനാൻ ദേശം സീസൺ 2 സന്തോഷത്തോടെ തരുന്ന ഒരു മെമന്റോയും സർട്ടിഫിക്കറ്റുമുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും വന്ന ബിജു ജോസഫുമായിട്ടുള്ള കനാൻ ദേശം സീസൺ 2 ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം പുതിയ കണ്ടസ്റ്റന്റുമായി ഞങ്ങൾ വരുന്നതാണ്. ടിൽ ദെൻ ഗുഡ് ബൈ. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. A+ വാങ്ങിച്ചേ പറ്റൂ എന്നവർ പറയുന്നുണ്ട്. ഭാഗ്യം ചെയ്ത വെച്ചാണ് അല്ലേ? പക്ഷെ നമ്മൾ വാങ്ങി, നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കും. എന്ത് വന്നാലും, ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും എനിക്ക് എന്റെ അപ്പന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ പറ്റും
എന്ന് നമുക്ക് തോന്നുന്ന വിശ്വാസവും നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം തരാൻ നമ്മുടെ പേരൻസിന് പറ്റുകയും ചെയ്താൽ അതാണ് ഈ പ്രായത്തിലും ഈ ലോകത്തിലും ഏറ്റവും അധികം ആവശ്യമുള്ളത്, അല്ലേ? കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ മറിയം ജോസഫിനുള്ള രണ്ടാമത്തെ ചോദ്യം. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന വചനം ഏത് പഴയ നിയമ ഗ്രന്ഥത്തിലാണ് ഉള്ളത്? നോ ടെൻഷൻ, റിലാക്സ്, ആലോചിക്കും. സങ്കീർത്തനങ്ങൾ ചോദിക്കട്ടെ.